അത് ആരാണ്, അവൻ എവിടാണെന്നുണ്ടെങ്കിലും അവന്റെ വീട്ടിൽ പോയി ഞാൻ ശ്വേതയും കൂടെ അവനെ തല്ലും. ഞാൻ തല്ലും, നീ വന്നില്ല ഞാൻ തല്ലും. എന്നിട്ട് തല്ലിയിട്ട് അവൻ എനിക്കെതിരെ കേസ് കൊടുക്കും. എന്നിട്ട് ഞാൻ പോയി ജയിലിൽ കിടക്കും. കാരണം അത്രയധികം മാനസികമായിട്ട് നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. എനിക്ക് നമ്മളെ 100% അറിയാവുന്നവരാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇന്നലെ സുജിത് ഭക്തനും പിന്നെ പുള്ളിയുടെ വൈഫും കൂടി ചെയ്തൊരു പോഡ്കാസ്റ്റാണ്. അപ്പോൾ അതിൽ ഇവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു മനോരോഗി പുള്ളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ വീഡിയോസിൻ്റെ അടിയിലും അതേപോലെ ഇവർ ആരെങ്കിലുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊമോഷൻസോ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് പ്രൊമോഷൻസ് ചെയ്യുകയോ ചെയ്യുമ്പോഴത്തേക്കും അവിടുത്തെ ആൾക്കാരുടെ മെയിലൊക്കെ തപ്പിപ്പിടിച്ച് അവർക്ക് ഈ സുജിത് ഭക്തനെയും പുള്ളിയുടെ വൈഫിനെയും പറ്റിയിട്ട് അവരുടെ ഫാമിലിയെക്കുറിച്ചൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ മെയിൽ അയക്കുകയും കമൻറ്റ് ഇടുകയും ചെയ്യുന്ന ഒരാളെ പറ്റിയിട്ടാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. നമുക്കതിൽ ബാക്കി എന്തൊക്കെയാണ് പറയണമെന്ന് നോക്കാം. അത് എന്താ ocfrk@gmail.com എന്നും പറഞ്ഞുകൊണ്ട് ഇമെയിൽ ഐ ഡിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നാഷണൽ ബിൽഡേഴ്സിന് അയച്ചിട്ടുണ്ട്, നാഷണൽ ബിൽഡേഴ്സ് മുംബൈ അയച്ചിട്ടുണ്ട്, സ്റ്റഡി ലിങ്ക്സിന് ടാഗ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഇമെയിൽ ഐ ഡിക്കും ശ്വേതയുടെ മെയിൽ ഐ ഡിക്കും അയച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ 2 മെയിൽ. അതിനുശേഷം ഏപ്രിൽ 20 2 ദിവസം കഴിഞ്ഞിട്ട് എലിഫന്റ് റമ്മേജ്. അപ്പം നമ്മൾ ആനക്കട്ടിയിൽ റിസോർട്ടിൽ പോയിട്ടൊരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പം അതാണ് സംഭവം. അപ്പം സെയിം ഇമെയിൽ ഐ ഡിയിൽ നിന്നും ഇവൻ അയച്ചു SR ജംഗിൾ റിസോർട്ട്, info@SR ജംഗിൾ റിസോർട്ട്, booking@SR ജംഗിൾ റിസോർട്ട്, പിന്നെ എനിക്ക് സിംഗപ്പൂരിലുള്ള എൻ്റെ ഫ്രണ്ട് ടോണിച്ചായന്, ഫാസിൽ ബ്രോന്, സുനീർ അല്ല. അപ്പോൾ ഇതേപോലെ ഇവർ ആരായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്ന ആ കാണുന്ന ആൾക്കാരൊക്കെ എല്ലാം തപ്പിപ്പിടിച്ച് അവരുടെ മെയിൽ ഐ ഡി തപ്പിപ്പിടിച്ച് അവരുടെ പ്രൊഫൈൽസൊക്കെ നോക്കിയിട്ട് വളരെ മോശമായിട്ട് രീതിയിൽ സുജിത് ഭക്തനെയും പുള്ളിയുടെ വൈഫിനെയും വളരെ രീതിയിൽ ബോഡി ഷെയ്മിങ് ചെയ്യുന്ന രീതിയിലും വളരെ വൃത്തിയായിട്ട രീതിയിലുള്ള കമൻസും മെയിൽസൊക്കെയാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ആളാരാന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഏകദേശം അവർക്കൊരു ഗസ് ഉണ്ടെന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. ഈസ് യുവർ റിസോർട്ട് സേഫ് ഫോർ സ്റ്റേയിങ്? ലാസ്റ്റ് ഡേ വി ഹേർഡ് an elephant by name ശ്വേത ഭക്തൻ rummaged into your resort, ate everything you had in the resort, leaving everyone without food for decades, and then put feces everywhere, farted all around the place along with burping എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ മെയിൽ അയച്ചിരിക്കുന്നത്. ആൻഡ് ഹൗ മച്ച് ഡിഡ് ദ ചീപ്പ് ഗൈ സുജിത് ഭക്തൻ പേ ടു ഗെറ്റ് ഹിസ് ബുക്ക് റിട്ടൺ ആൻഡ് ഹൂ റോട്ട് ദ ബുക്ക് ഫോർ ഹിം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതായത് ഇവരൊരു റിസോർട്ടിൽ പോയ സമയത്ത് ആ വീഡിയോ കണ്ടിട്ട് ഇവനാണ് ഇവളാണെന്ന് അറിയില്ല, ആരായാലും ആ വീഡിയോ കണ്ടിട്ട് ആ ഒരു പർട്ടിക്കുലർ റെസ്റ്റോറൻറ്റിലെ മാനേജറിനോ അല്ലെങ്കിൽ അവിടുത്തെ അധികാരികൾക്ക് മെയിൽ അയച്ചിരിക്കുന്നതാണ് ഈ ഒരു രീതിയിൽ. അപ്പോൾ അത് ഞാൻ മലയാളത്തിൽ വിശദീകരിച്ച് പറയാനായിട്ട് വളരെ അസ്വസ്ഥതയുണ്ട് ഇങ്ങനത്തെ രീതിയിൽ മെയിൽ ഈ വേർഡ്സൊക്കെ കാണുമ്പോഴത്തേക്കും. അപ്പോൾ അവന് എന്തിൻ്റെ അസുഖമാണെന്ന് അറിയില്ല, ഇനിയോ എല്ലാ തലക്കും വല്ല ബുദ്ധിസ്ഥിരതയില്ലാത്ത ആളാണെന്നൊന്നും അറിയില്ല. കമൻസ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ഇതിൽ ഇവരെ ടാർഗറ്റ് ചെയ്ത് ഇവരുടെ പുറകിൽ നിന്ന് മെയിൽ അയക്കാണ്ട് എവിടെ നിന്നാണ് ഇത്രയും ടൈം കിട്ടുന്നത്? ഇത്രയും സമയം ഇത്രയും മെയിൽ അയക്കാൻ ഒക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ പലതും പല പല മെയിലാണ്ടോ, ഒരു സെയിം മെയിൽ തന്നെയല്ലേ അയച്ചേക്കുന്നത്. ഒരു മെയിലിൽ തന്നെയാണെങ്കിൽ നമുക്ക് ട്രാക്ക് ചെയ്ത് പിടിക്കാൻ പറ്റും. ഇത് പല ദിവസം പല പല കുത്തിയിരുന്ന് പല മെയിൽസ് ഉണ്ടാക്കിയിട്ട് ഓരോ ഒക്കേഷനിലും പല പല മെയിൽസ് നിന്നിട്ട് ആണ് ഇവന് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സമയം ഉണ്ടെങ്കിൽ ആ അയക്കുന്ന ആൾക്ക് പുള്ളിയുടെ ലൈഫ് തന്നെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തൂടെ? അല്ലെങ്കിൽ ഈ അയക്കുന്ന ആളെല്ലാം തികഞ്ഞ ആളാണോ? മെയില് ഫാറ്റി ശ്വേത ഭക്തൻ. എൻ്റെ ഫ്രണ്ട് ജോമോൻ എന്ന് പറഞ്ഞ ഷെഫ് ലണ്ടനിൽ ഇവിടെ വന്നായിരുന്നു. അപ്പോൾ അവൻ അത് കണ്ടിട്ട് നെക്സ്റ്റ് ഡേ ഉണ്ടാക്കിയ മെയിലാണ് ഏപ്രിൽ 27 തമ്പുരാൻ jomon@gmail.com. അതായത് സുജിത് ഭക്തൻ്റെ ഫ്രണ്ട് ഒരു ജോമോൻ എന്ന് പറഞ്ഞ പുള്ളി സുജിത് ഭക്തനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ആ മെയിൽ ഐ ഡി അങ്ങനെ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, തമ്പുരാൻ ജോമോൻ എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ഇതാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്താ പറയുക, അവൻ്റെ ഒരു മനോവൈകൃതങ്ങളാണ് ഈ കാണിക്കുന്നത്. അവൻ ചിലപ്പോൾ വളരെ അധികം അസൂയ ഉണ്ടാവും ഇവരുടെ വളർച്ച കണ്ടിട്ട്, അല്ലാണ്ട് ഒരാളും ചെയ്യില്ലല്ലോ. അപ്പോൾ അതിൽ എന്താണ് നമുക്ക് ഇവൻ പറഞ്ഞിരിക്കുന്നത് നോക്കാം മെയിലിൽ. അവൻ അത് ഇതേപോലെ ആളുകൾക്ക് അയച്ചേക്കുക. എന്നിട്ട് സഹീർ ഭായി, ഹാരിസ് സമീർ അലി, ബൈജുവൻ നായർ, പിന്നെ കോണ്ടാക്ട് ഓട്ടോബയോഗ്രഫി, പിന്നെ ഈബുൾ ജെറ്റ്, അങ്ങനെ കുറച്ച് ആൾക്കാർ നമ്മളോട് വളരെ സ്നേഹത്തിലുള്ള നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആൾക്കാരൊക്കെ അവർക്ക് കിട്ടുന്ന മെയിലുകളെ പറ്റിയൊക്കെ എന്നോട് ഇൻഫോം ചെയ്യാറുണ്ട്. ബാക്കിയുള്ള ആൾക്കാരൊന്നും പറയാറൊന്നുമില്ല, കാരണം അവർക്ക് ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അവരെഴുതിയിരിക്കുന്നത്, നിങ്ങളൊക്കെ ഈ പരനാറി ഭക്തനെ എങ്ങനെ സഹിക്കുന്നു? ഈബുൾ ജെറ്റിനെ, അടുത്തൊരു വാക്ക് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ പറയാം, ഈബുൾ ജെറ്റിനെ ഊമ്പിച്ചു പറ്റിച്ചു മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം കാണിച്ചു. ഞാനോ ചെയ്തോ? അതിൻ്റെയൊക്കെ സത്യാവസ്ഥ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതും പോരാത്തതിന് ഇവന്റെ പൊണ്ണത്തടിച്ച് കുള്ളത്തി ഭാര്യ ഇന്റർവ്യൂവിൽ വന്ന് ഈബുള്ളിനെ പ്രാഗി തമ്മിലടിപ്പിക്കുകയും ഏഷണി പരദൂഷണിയാണ് ഇവന്റെ മെയിൻ. വിശ്വാസവഞ്ചകൻ, തരം കിട്ടിയാൽ പറ്റിക്കാൻ നടക്കുന്നവൻ,
അങ്ങനെ കുറെ എന്നെ പറ്റി കുറെ കാണില്ല. ഇപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ കുറേ മെയിൽസും അതുപോലെ കുറേ കമൻസ് ഒക്കെയാണ് ഇവൻ അയച്ചിരിക്കുന്നത്. ഇവരുടെയായിട്ട് എന്താ പറയുക, കണക്ഷനുള്ള ആൾക്കാർ ആരൊക്കെയാണ് അവരെയൊക്കെ കണ്ടുപിടിച്ചിട്ട് അവരുടെ മെയിലിലേക്ക് ഇതേപോലെ ഫേക്ക് മെയിൽ ഇടുന്നിട്ട് ഇതേപോലെ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് കൊടുത്തിട്ട് ഇപ്പോൾ ഇതിൽ ഫാറ്റി ശ്വേത ഭക്തി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പല ബാഡ് വേർഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഇവരായിട്ടുള്ള കണക്ഷനുള്ള ആൾക്കാർക്ക് മെയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഈ വീഡിയോ ഞാൻ ഫ്രണ്ടിലേക്ക് കാണിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ റിയാക്ഷൻ മാത്രം പറയാൻ വേണ്ടിയിട്ടായിരുന്നു, ഇതിനുള്ള പ്രതികരണം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നുണ്ടെങ്കിൽ സുജിത് ഭക്ത് എന്നുള്ള പേജ് ആ ഒരു വീഡിയോയിൽ തന്നെ ഉണ്ട്, ആ ഒരു യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ട് ഇതിൻ്റെ പോഡ്കാസ്റ്റ്. നിങ്ങൾക്ക് അതുവഴി കാണാം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അതിൽ രേഖപ്പെടുത്താം. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒളിഞ്ഞ് ഇരുന്നിട്ട് മെയിൽ അയക്കുന്ന ആൾക്കാരും ഇതേപോലെ ബോഡി ഷെയിം ചെയ്ത് കമൻറ്റ് അയക്കുന്ന ആൾക്കാരും ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ട് കാലത്ത് ട്രെയിനിൻ്റെ അകത്ത് ഫോൺ നമ്പർ എഴുതിക്കില്ല, നമുക്ക് ആരെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അവരുടെ ഫോൺ നമ്പർ എഴുതി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പല ബാഡ് കമൻസ് ഒക്കെ ഇടും. അപ്പോൾ ഇത് കണ്ടിട്ട് ടോയ്ലറ്റിൽ കയറുന്ന ആൾക്കാർ ഇതേപോലെ സെയിം മാനസിക വൈകൃതമുള്ള ആൾക്കാർ ഈ നമ്പർ കണ്ടിട്ട് വിളിച്ചിട്ട് ചിലപ്പോൾ അതിൽ പല നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പല വൃത്തികളും വിളിച്ച് പറയും. അങ്ങനത്തെ സംഭവമുണ്ട്. അല്ലെങ്കിൽ ചില ആൾക്കാർ ഏതെങ്കിലും പബ്ലിക് ബാത്റൂമിലോ അവിടെ പോകുമ്പോഴത്തേക്കും അവിടെയുള്ള എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് അവിടെ മതിലിൽ എഴുതിയിടും. ഇതേപോലെ അവർക്ക് ആരോടാണോ പ്രതികാരം ദേഷ്യമുള്ളത് അവരുടെ ഫോൺ നമ്പർ എഴുതിയിട്ട് മേളിലൊരു ടാഗും കൊടുക്കും, ഇന്ന ആൾക്ക് ഇതാണ് ആവശ്യമുള്ളത് വിളിക്കുക എന്നുള്ളത് പറയും. ഞാൻ അത് കൂടുതൽ തെളിയിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കറിയാം ഏത് തരത്തിലായിരിക്കും ഉള്ളതെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ളവന്മാർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ധൈര്യവും ഇല്ലാണ്ട് ഒളിച്ചിരുന്ന് കക്കൂസിലിരുന്നിട്ട് കമൻറ്റ് ഇങ്ങനെ പറയുന്ന ആൾക്കാരാണ്. അതിൽ ധൈര്യം ഉണ്ടെന്നാണെന്നുണ്ടെങ്കിൽ അവൻ മുന്നിൽ വന്നിട്ട് പറഞ്ഞാൽ മനസ്സിലായില്ല. അപ്പോൾ ഒരു ധൈര്യമില്ലാത്ത ഒരുത്തനാണ് ഇതേപോലത്തെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിന്നെപ്പോലുള്ള അമ്മമാർക്ക് ഇത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളുടെ ലൈഫിൽ ഉള്ള നിൻ്റെ തന്നെ സ്വന്തം പ്രശ്നങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ക്വാളിറ്റി ഒന്നും നിങ്ങൾക്കില്ല. അപ്പോൾ ഇത് ഈ സുജിത് ഭക്തൻ വൈഫിന് മാത്രമല്ല, ഇതേപോലെ കുറേ എന്താ പറയുക ഫാമിലി വ്ളോഗ്സ് ചെയ്യുന്ന കുറേ ആൾക്കാർ ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കും ഇതേപോലെയുള്ള മെയിൽസ് കിട്ടാറെന്നുള്ള രീതിയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈഫിൽ അവർക്കൊന്നും നേടാൻ പറ്റാത്തതിൻ്റെ രീതിയിൽ ഇവരുടെ ഒരു വളർച്ച കണ്ടിട്ട് ഭയങ്കര അസൂയയും കുശുമ്പും മൂത്തിട്ട് ചെയ്യുന്ന ആയിരിക്കുള്ളൂ. എനിക്ക് അവരോട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും എന്താ പറയുക എന്തെങ്കിലും നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്തിട്ട് മാറ്റം നോക്കുക. അല്ലാണ്ട് ബാക്കിയുള്ള അടി വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് സാറ്റിസ്ഫാക്ഷൻ കിട്ടാണ്ടി പോണത്. നിങ്ങൾ ആ ടൈം മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒരാളെ വിമർശിക്കാം, അത് എന്താ പറയുക വിമർശനവും ബോഡി ഷെയ്മിങ്ങും രണ്ടാണ്. ഒരാളെ പേഴ്സണലി അയാളുടെ ഒരു ശരീരം കൊണ്ടോ അല്ലെങ്കിൽ അയാളുടെ ബോഡിയുടെ ഏതെങ്കിലും ഒരു ഭാഗം കൊണ്ടിട്ടോ നെഗറ്റീവായിട്ട് പറയുന്നത് അത് ബോഡി ഷെയ്മിങ് ആണ്. അല്ലാതെ ഇപ്പോൾ ഇവർ തന്നെ പറയുന്നുണ്ട്, സുജിത് ഭക്തിൻ്റെ വൈഫ് തന്നെ പറയുന്നുണ്ട്, നമ്മളോട് സ്നേഹമുള്ള ആൾക്കാർ വന്നിട്ട് പറയാറുണ്ട് വണ്ണം കുറച്ച് കൂടുതലാണ് കുറക്കണം, അല്ലെങ്കിൽ പല അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ ഓക്കെ, അതൊക്കെ അവരുടെ ഇമ്പ്രൂവ്മെൻറ്റ് പറയാനുണ്ട്. അല്ലാണ്ട് ഇതേപോലുള്ള നെഗറ്റീവ്സ് വൃത്തികേടൊക്കെ എഴുതിയിരുന്ന ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബോഡി ഷെയ്മിങ് തന്നെയാണ്. അപ്പോൾ അത് എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയാനുള്ള ആൾക്കാരുടെ അടുത്ത് വല്ല കാട്ടിലും പോയി പറഞ്ഞാൽ അതിന്ന് ഞാൻ പറയുള്ളൂ. അങ്ങനെ പറയാനുള്ള റൈറ്റൊന്നും ഇല്ല. ഇതൊക്കെ ഡിഫാമേഷനാണ്. നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ടെങ്കിലും അത് ഡിഫാമേഷനിലേക്ക് പോകാൻ പാടില്ല. ഒരാളുടെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ പറയാൻ പാടില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കമൻസും ഇതേപോലെ ആൾക്കാർ ടാർഗറ്റ് ചെയ്തിട്ടുള്ള കമൻസും മെയിൽസും മാത്രമല്ല, ഇനി വേറെ ചില ആൾക്കാരുണ്ട്. ഇപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ ചെയ്ത ഒരു മല്ലു റാപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പറയുന്നുണ്ട് അവരുടെ പല വീഡിയോസും കുഴപ്പമില്ല, ഒരാളെ അനുകരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇവർ രേണുസുദിനെയും അനുകരിച്ചെന്നുള്ളൊരു ഇതിൽ പറയുന്നത്. നമ്മൾ പല മിമിക്രി താരങ്ങളെയും കണ്ടിട്ടുണ്ട്. അവർ എന്താ പറയുക ഓരോ ആക്ടറിനെയും അനുകരിക്കുമ്പോഴത്തേക്കും നമ്മൾ കൈയടിക്കുകയും ആസ്വദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ആ അനുകരണത്തിൽ കുറച്ച് കുറഞ്ഞ പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര വൈകൃതമായിട്ട് തോന്നും അല്ലേ. ഇപ്പം മോഹൻലാലിനെ അനുകരിക്കുന്ന ഒരാൾ മോഹൻലാലിനെ ആ ഒരു കറക്റ്റ് രീതിയിൽ തോള് ചരിച്ച് അങ്ങനത്തെ രീതിയിൽ അനുകരിക്കുക, ഒന്ന് കൂടിയ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നും എന്താണിത് കളിയാക്കുന്ന രീതിയാണെന്നുള്ള രീതിയിൽ തോന്നും. അപ്പം കളിയാക്കലും അനുകരണവും രണ്ടാണ്. അപ്പോൾ ഈ ഒരു ആക്ടിൻ്റെ രേണുസുദിനെ ഇതാക്കിയിട്ട് ബോഡി ഷെയ്മിങ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു രീതിയിലാണ് എനിക്ക് തോന്നുന്നത് ഈ മല്ലു റാപ്പേഴ്സ് ചെയ്തത്. അതിൻ്റെ ഇടയിൽ ഇവരെ അനുകൂലിക്കാനും അതേപോലെ അതിൽ എതിർത്തും കുറേ പേര് കമൻസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെ അനുകരണവും കളിയാക്കലും രണ്ടാണെന്നുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ഞാൻ മല്ലു റാപ്പറിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് പറഞ്ഞതല്ല, അതേപോലെ കുറേ ആൾക്കാരുണ്ട്.
ഇതേപോലെ എന്താ പറയുക അലൻ ജോസ് പെരേര, അതേപോലെ ആറാട്ടണ്ണൻ, ഇവരുടെയൊക്കെ ആ ഒരു ബോഡി പാർട്ട് വെച്ചിട്ട് അവർക്കുള്ള ഇത് അവരുടെ സൗണ്ടൊക്കെ അനുകരിക്കണതും അവരുടെ ഡാൻസ് ചെയ്യണതൊക്കെ കൊള്ളാം. പക്ഷെ കളിയാക്കുന്ന രീതിയിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ വളരെ ബോഡി ഷെയിമിങ് ചെയ്യുന്ന രീതിയിലുള്ള ഇതിലേക്കാണ് പോകുന്നത്. അവരുടെ കുറവുകൾ വെച്ചിട്ട് അവരെ കളിയാക്കുക. അവരുടെ പോസിറ്റീവ് സൈഡ് വെച്ചിട്ട് നിങ്ങൾ പറഞ്ഞു അവരുടെ സൗണ്ടൊക്കെ എടുത്തത്, പക്ഷെ അവരുടെ കുറവുകൾ വെച്ചിട്ട് നിങ്ങൾ പറയുന്നത് അതൊരു ബോഡി ഷെയിമിങ് ഇതിലായിട്ടാണ് ഞാൻ നോക്കി കാണുന്നത്. പിന്നെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന ട്രോൾസ്, എന്തെങ്കിലും ഒരു വൈറൽ വീഡിയോ വരുമ്പോഴത്തേക്കും അതിനെ അനുകൂലിച്ചും അല്ലെങ്കിൽ അതിനെ പ്രതികൂലിച്ചൊക്കെ ഉള്ള വീഡിയോ കാണാറുണ്ട്. അപ്പം അതിൽ ആ ഒരു വീഡിയോ എടുത്തിട്ട് ട്രോൾ ചെയ്യുന്ന ആൾക്കാർ, ആ ട്രോൾ വീഡിയോസിലും സെയിം ഈ ടൈപ്പ് ഓഫ് ബോഡി ഷെയിമിങ് വീഡിയോസ് കാണാറുണ്ട്. അപ്പോൾ ഈ സുജിത് ഭക്തൻ്റെ ഇങ്ങനത്തെ ഒരു കേസിൽ മാത്രമല്ല, ഇങ്ങനത്തെ ആൾക്കാർ പല രീതിയിൽ പലവിധം ഇതിൽ കാണാറുണ്ട്. ഞാൻ ഇത് എല്ലാവരുമായിട്ട് കമ്പയർ ചെയ്യുന്നതല്ല, കാര്യങ്ങൾ ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ മാറി ചിന്തിക്കുക. ഒരാൾ വണ്ണം കൂടിയിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ കുറേ ഭക്ഷണം കഴിച്ച് മടി പിടിച്ചിരുന്നിട്ടല്ല. അത് പല ഹോർമോണൽ കണ്ടീഷൻസും അവർക്ക് പല കാര്യങ്ങളുണ്ടാവും. മനസ്സിലായില്ല? എല്ലാവർക്കും എല്ലാ കാര്യം ചെയ്യാൻ വേണ്ടി പറ്റണമെന്നില്ല. ഒരാൾ ഭയങ്കര സ്കിന്നി ആയിട്ടിരിക്കുന്നതും അവർക്ക് പല പല കണ്ടീഷൻസിലൂടെ അവർ കടന്നുകൊണ്ട് എന്തെങ്കിലും മെഡിസിൻ എടുക്കണമെന്നുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ബോഡി ടൈപ്പ് അങ്ങനെ ഇരിക്കും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കളിയാക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. സ്വന്തം കാര്യം നോക്കിയിട്ട് സ്വന്തം ലൈഫിൽ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അത്രയും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കമൻറ്റിൽ നിങ്ങളുടെ കാര്യങ്ങളും എന്താണ് അഭിപ്രായം എന്നുള്ളത് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.